ഇന്നലെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ശബരി റെയിൽപാത വീണ്ടും ഓണായിരിക്കുകയാണ്. അങ്ങനെ 2 പതിറ്റാണ്ടിലേറെയായി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ശബരി റെയിൽ പദ്ധതിയാണ് വീണ്ടും പ്രതീക്ഷയുടെ ട്രാക്കിലെത്തിയിട്ടുള്ളത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ചയിൽ വിദഗ്ധ സംഘത്തെ കേരളത്തിൽ അയക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കാൻ നടപടികൾ അടുത്ത മാസം പുനരാരംഭിക്കാനും തീരുമാനമായതോടെ പാതയ്ക്കായി സ്ഥലം തിരിച്ചു കല്ലിട്ട 72 കിലോമീറ്റർ പ്രദേശത്തെ ജനങ്ങളും ആശ്വാസത്തിലാണ്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, എന്തായാലും ശബരി റെയിൽ പദ്ധതി വീണ്ടും ട്രാക്കിലായതോടുകൂടി അവിടുത്തെ ഈ പദ്ധതി പ്രദേശത്തെ ജനങ്ങളൊക്കെ എത്രത്തോളം പ്രതീക്ഷയിലാണ്? തീർച്ചയായും. അതായത് 1989 ഈ റെയിൽവേ പാതയ്ക്ക് ആദ്യം പാർലമെന്റിൽ നിർദ്ദേശം വരുന്നത്. പിന്നീട് 10 വർഷങ്ങൾ കൊണ്ട് പടിപടിയായി അംഗീകാരങ്ങൾ നേടിയെടുക്കുന്നു. 98 വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അങ്കമാലി എരുമേലി പാതയ്ക്ക് അവസാനം അംഗീകാരം ലഭിക്കുന്നത്. എരുമേലി പാതയിൽ നിന്നും പുനലൂർ വഴി കന്യാകുമാരി വരെ പാത നീട്ടുന്ന തരത്തിലായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. ശബരിമലയിലേക്ക് എല്ലാ ഭക്തർക്കും എത്താൻ ഒരു സൗകര്യമൊരുക്കുക എന്നായിരുന്നു അന്നത്തെ ലക്ഷ്യം. ഇതിനുവേണ്ടി സ്ഥലമെടുത്ത് കല്ലിട്ട് 72 കിലോമീറ്റർ സ്ഥലത്തായിരുന്നു ഇതിനായി സ്ഥലം ഏറ്റെടുത്തത്. വിവിധ സ്ഥലങ്ങളിലായി പദ്ധതിയുടെ ഈ അനിശ്ചിതാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് 11 കർമ്മസമിതികളാണ് നിലവിലുള്ളത്. അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച് കോട്ടയം ജില്ലയിലെ രാമപുരം റെയിൽവേ സ്റ്റേഷൻ വരെ 72 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് സ്ഥലം എത്തിയിട്ടുള്ളത്. ഇതിൽ 2125 കുടുംബങ്ങളുടെ ഭൂമിയിലാണ് ഈ റവന്യൂ വകുപ്പും റെയിൽവേയും ചേർന്ന് കല്ലിട്ട് തിരിച്ചിരിക്കുന്നത്. ഈ സ്ഥലങ്ങൾ ആളുകൾക്ക് വിൽക്കാനോ ബാങ്ക് വായ്പ എടുക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ വലിയ പ്രതിഷേധത്തിലായിരുന്നു ഇവിടെയുള്ള ആളുകൾക്ക്. ഏതായാലും ഇപ്പോൾ ഈ റെയിൽവേ പാത വീണ്ടും പദ്ധതി തിരിച്ചു വരുന്നത് കൂടി തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ വലിയ ആശ്വാസത്തിലാണ്. ഇനിയിപ്പോൾ ഇതിന്റെ നഷ്ടപരിഹാരങ്ങളടക്കം ലഭിക്കും എന്നുള്ള കാര്യമൊക്കെയാണ് അവർ കരുതുന്നത്. ഏതായാലും രാമപുരം മുതൽ എരുമേലി സ്റ്റേഷൻ വരെ ഏരിയൽ സർവേ മാത്രമേ നിലവിൽ നടത്തിയിട്ടുള്ളൂ. അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുരം, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി എന്നിങ്ങനെ സ്റ്റേഷനുകളാണ് നിലവിൽ ഈ നിർദ്ദിഷ്ട പാതയിലുള്ളത്. നമ്മൾ ഈ കാലടിയിലെ ആളുകളുടെയൊക്കെ വലിയ സന്തോഷം കണ്ടിരുന്നു ഈ റെയിൽവേ പാത തിരികെ വരുന്നു എന്ന് പറഞ്ഞതോടു കൂടി തന്നെ. ഏതായാലും ഇപ്പോൾ ഈ ആളുകളൊക്കെ വലിയ സന്തോഷത്തിലാണ് ഈ റെയിൽവേ പാത തിരികെ വരുന്നതോട്. ഒപ്പം തന്നെ ഇവിടെയുള്ള നിരവധിയായിട്ടുള്ള വ്യവസായങ്ങളുമൊക്കെ ഇത് കേന്ദ്രീകരിച്ച് ഇവിടെയുണ്ട്. വന്ദേ ഭാരത് ട്രെയിൻ ഉൾപ്പെടെ ഓടിക്കാൻ കഴിയും വിധമാണ് നിലവിലെ പുതിയ എസ്റ്റിമേറ്റ് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ പെരുമ്പാവൂർ, കാലടി മേഖലയിലെ പ്ലൈവുഡ് നിർമ്മാണ, അരി സംസ്കരണ വ്യവസായങ്ങൾക്കും ഒക്കെ തന്നെ, ഒപ്പം തന്നെ ഈ മൂവാറ്റുപുഴയിൽ നിന്നുള്ള പൈനാപ്പിൾ വ്യവസായങ്ങൾക്കും ഒക്കെ തന്നെ ഇത് വലിയ തോതിൽ സഹായകരമാകുന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. എന്തായാലും പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചതോടുകൂടി ജനങ്ങൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഏതാണ്ട് 72 കിലോമീറ്റർ പ്രദേശത്താണ് ഈ പാതയ്ക്കായി സ്ഥലം തിരിച്ച് കല്ലിട്ടത്. അവർക്ക് നഷ്ടപരിഹാരമൊക്കെ വളരെ വേഗത്തിൽ തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് അവരും കരുതുന്നത്. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.